ഓക്കെ, അപ്പോൾ നമ്മൾ ബൈൻഡിങ് പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ നമ്മൾ നോക്കി. അതേപോലെ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അതായത് വാട്ടർ എത്ര പെട്ടെന്ന് സിമെന്റിൻ്റെ കൂടെ റിയാക്ട് ആവുന്നു, അതിന്റെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അതായത് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ എത്ര ഹീറ്റ് റിലീസ് ആവുന്നുണ്ട്. ഹൈഡ്രേഷൻ എന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിന്റെയും എന്തിൻ്റെങ്കിലും റിയാക്ഷനാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പെർട്ടിക്കുലർലി എന്താണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ? സിമെന്റ് ആണ്. അപ്പോൾ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്? വാട്ടർ റിയാക്ഷൻ വിത്ത് സിമെന്റ്, അതാണ് ഹൈഡ്രേഷന്റെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് മീനിങ്. ഓക്കെ, അപ്പം ഹൈഡ്രേഷൻ നടക്കുമ്പോൾ എത്രയധികം ഹീറ്റ് റിലീസ് ആവുന്നുണ്ടോ, ഓക്കെ, എത്രയധികം ഹീറ്റ് റിലീസ് ആവുന്നുണ്ടോ, അതിന്റെ ഒരു ടേബുലർ കോളം ഉണ്ട്. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ നമുക്ക് നോക്കാം. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഓക്കെ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അത് നമ്മുടെ C3യുടെ നമുക്ക് നോക്കാം. അതിൽ 3 ഡേയ്സിൻ്റെ നമുക്ക് നോക്കാം. 3 ഡേയ്സിൽ എത്ര ഹീറ്റ് റിലീസ് ആവുന്നുണ്ട്. അതേപോലെ 90 ഡേയ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറയുന്ന വാല്യൂസ് കലോറീസ് പെർ ഗ്രാം വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ 3 ഡേയ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ C3യുടെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 210 ആണ്. 210 കലോറീസ് പെർ ഗ്രാം. ഓക്കെ, അതേപോലെ 90 ഡേയ്സ് ആണെങ്കിൽ ഇവിടെ 310 ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ നോക്കുകയാണ് C4AF. C4AFന്റെ 3 ഡേയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറ്റ് റിലീസ് ആവുന്നത് 70 കലോറീസ് പെർ ഗ്രാം ആണ്. അതേപോലെ 90 ഡേയ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 കലോറീസ് പെർ ഗ്രാം ആണ്. ഓക്കെ, അതേപോലെ C3S നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഡേയ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 60 ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ 90 ഡേയ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 105 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് C2S. C2Sനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ആണ് 3 ഡേയ്സിൽ. അതേപോലെ 90 ഡേയ്സിൽ നമ്മുടെ 40 ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അതായത് എത്രയധികം ഹീറ്റ് റിലീസ് ആവുന്നുണ്ട്. ഓക്കെ, ബോക്സ് കമ്പൗണ്ടിന്റെ കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയധികം ഹീറ്റ് റിലീസ് ആവുന്നുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിന്റെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ചോദിക്കുന്നത്, അത് നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാം. ഓക്കെ, ഇൻക്രീസിങ് ഓർഡർ, ഡിക്രീസിങ് ഓർഡർ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് നോക്കാം. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന്റെ പോയിന്റ് ഓഫ് കൺസേണിൽ നമുക്ക് നോക്കാം. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ ഏറ്റവും കൂടുതൽ ഏതിൻ്റെയാണ് നമ്മുടെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് റിലീസ് ആവുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതിലാണ്? C3A ആണ്. ഓക്കെ, C3A. പിന്നെ സെക്കൻഡ് ഏതാണ്? C3S. പിന്നെ അടുത്തത് ഏതാണ്? C4AF. പിന്നെ അടുത്ത ഏതാണ്? C2S. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാബുലർ കോളമിൽ തന്നെ കാണാൻ പറ്റും. ക്ലിയർ ആണ്? ഓക്കെ, ഇത് ഫസ്റ്റ് ആണ്, പിന്നെ സെക്കൻഡ്, തേർഡ്, അതേപോലെ ഫോർത്ത്. ഓക്കെ, നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ലോങ് ഡ്യൂറേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ 90 ഡേയ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ 90 ഡേയ്സിൽ നമുക്ക് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, ഏത് ബോക്സ് കമ്പൗണ്ടാണ് ഹീറ്റ് റിലീസ് ചെയ്യുന്നത്? ട്രൈ കാൽഷ്യം അലൂമിനേറ്റ്, പിന്നെ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, പിന്നെ ടെട്രാ കാൽഷ്യം അലൂമിനോഫെറേറ്റ്, പിന്നെ ഡൈ കാൽഷ്യം സിലിക്കേറ്റ്. അപ്പോൾ ഈ ഓർഡർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ കേസിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിന്റെ കൂടെ തന്നെ വാട്ടർ എത്ര ആവശ്യമുണ്ട്, ബോക്സ് കമ്പൗണ്ടിൽ വാട്ടർ എത്ര ആവശ്യമുണ്ട്, അതും കൂടെ നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, വാട്ടർ എത്ര ആവശ്യമുണ്ട്, ഞാൻ ഇവിടെ വാട്ടർ റിക്വയർഡ് എഴുതാം. ഓക്കെ, വാട്ടർ റിക്വയർഡ്. ഓക്കെ, വാട്ടർ എത്ര ആവശ്യമുണ്ടെന്നും പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പെർസെന്റ് ബേസിൽ എഴുതാം. ഓക്കെ, വാട്ടർ എത്ര ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ 20%. C3Aക്ക് 20% വാട്ടർ ആവശ്യമുണ്ട്. അതേപോലെ C4AFന് 20% വാട്ടർ ആവശ്യമുണ്ട്. അതേപോലെ നമ്മുടെ C3Sന് 24% വാട്ടർ ആവശ്യമുണ്ട്. അതേപോലെ C2Sന് 21% വാട്ടർ ആവശ്യമുണ്ട് ഫോർ ഹൈഡ്രേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഹൈഡ്രേഷന് കുറേ നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ നോക്കി. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ, അതേപോലെ വാട്ടർ റിക്വയർഡ്, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിന്റെ ബേസിസിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാട്ടർ റിക്വയർഡ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ റിക്വയറിന്റെ ബേസ് അതിനോട് നമുക്ക് എഴുതാം. ഇത് നമ്മൾ എന്തിനാണ് എഴുതിയത്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഓക്കെ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന്റെ ഓർഡർ ആണ് നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് വാട്ടർ റിക്വയർഡ്. വാട്ടർ റിക്വയർഡ്, വാട്ടർ റിക്വയർഡ് ഫോർ ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ. ഓക്കെ, വാട്ടർ റിക്വയർഡ് ഫോർ ഹൈഡ്രേഷൻ, അതിന് നമുക്ക് ഓർഡർ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ വാട്ടർ ഏതിനാണ് ആവശ്യം? നമ്മൾ ഓൾറെഡി കണ്ടു, C3Sനാണ്. ഓക്കെ, C3Sന് എത്ര പെർസെന്റ് ആണ്? 24%. ഓക്കെ, പിന്നെ അടുത്തത് എത്രയാണ്, ഏതാണ്? അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ C2S. C2Sന് എത്ര പെർസെന്റ് ആണ്? 21%. ഓക്കെ, പിന്നെ അടുത്ത ഏതാണ്? അടുത്തെന്ന് പറയുമ്പോൾ C3A
അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടാണ് നമ്മുടെ C4AF. രണ്ടിൻ്റെയും എത്ര പെർസെൻ്റ് ആണ്? 20% ആണ്. ഓക്കെ, രണ്ടിൻ്റെയും 20% ആണ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ റിക്വയർഡ് ഫോർ ഹൈഡ്രേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, പിന്നെ ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, അത് രണ്ടിൻ്റെയും ഈക്വൽ ആണ്. ടെട്രാകാൽഷ്യം അലുമിനോഫിറേറ്റും ട്രൈകാൽഷ്യം അലുമിനേറ്റും 20% ആണ്. ഓക്കെ, വാട്ടർ എത്ര ആവശ്യമുണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ടറിനെ പറ്റി നമ്മൾ ഏകദേശം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ നെക്സ്റ്റ് നോട്ടായിട്ട് നമുക്ക് പോയിന്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ നമ്മൾ ഇതിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൽ നമ്മൾ ഓവറോൾ നമ്മൾ ആവറേജ് വാല്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബോക്സ് കമ്പൗണ്ടിന് എത്രയാണ് വേണ്ടത് വാട്ടർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ നിയർ അബൌട്ട് 23% വരും. ഓക്കെ, അതായത് ഹൈഡ്രേഷൻ റിക്വയർഡ് ബൈ ബോക്സ് കമ്പൗണ്ടിന് എത്ര വാട്ടർ ആവശ്യമുണ്ട്? നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ 23% ആണ് വരുന്നത്. ഓക്കെ, ആവറേജ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 23% ആണ് വരുന്നത് ബോക്സ് കമ്പൗണ്ടിന് വാട്ടർ റിക്വയർഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, 23% ആണ് നമ്മുടെ ബോക്സ് കമ്പൗണ്ടിന് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ഹൈഡ്രേഷന് ബോക്സ് കമ്പൗണ്ട് എത്ര വാട്ടർ പെർസെന്റ് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ 23% ആണ്. അത് നമ്മൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 23% used by box compound. Okay, used by box compound for hydration. 23% ഹൈഡ്രേഷന് വേണം. ക്ലിയർ ആണല്ലോ? നമ്മൾ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾക്കറിയാം സിമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതിൽ നമ്പർ ഓഫ് വോയിഡ്സ് കാണും. ഓക്കെ, അപ്പോൾ വോയിഡ്സിനെ ഫിൽ ചെയ്യാനും നമുക്ക് എന്താണ് വാട്ടറിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ എത്രയാണ് വാട്ടർ വേണ്ടത്? 15% ആണ്. നമ്മുടെ വോയിഡ്സിന് എൻട്രാപ്ഡ് ആവുന്ന വാട്ടർ എത്ര പെർസെന്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ 15% ആണ്. ഓക്കെ, വോയിഡ്സിൽ എൻട്രാപ്ഡ് ആവുന്ന നമ്മുടെ വാട്ടർ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 15% ആണ്. അല്ലെങ്കിൽ വോയിഡ്സിൽ എൻട്രാപ്ഡ് ആവുന്ന വാട്ടർ എത്ര പെർസെന്റിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 15% ആണ്. ക്ലിയർ ആണല്ലോ? 15% അത് ഹൈഡ്രേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പം ഈ ഒരു വാട്ടർ അല്ലെങ്കിൽ ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷനിൽ ടേക്സ് പ്ലേസ് ചെയ്യത്തില്ല. ഹൈഡ്രേഷൻ നടക്കത്തില്ല. 15% വാട്ടർ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുമെങ്കിൽ ഹൈഡ്രേഷൻ ആ പ്രോസസ് നമുക്ക് അണ്ടർടേക്ക് ചെയ്യത്തില്ല. ക്ലിയർ ആണല്ലോ? ഹൈഡ്രേഷൻ ചെയ്യുന്ന എത്ര പെർസെന്റ് ആണ്? 23%. ഹൈഡ്രേഷൻ ചെയ്യാത്തത് അല്ലെങ്കിൽ വോയിഡ്സ് ഫിൽ ആവുന്ന എത്ര പെർസെന്റ് ആണ്? 15% ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ്, ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ ടോട്ടൽ ആയിട്ട് ഇതിന് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, 23 + 15. അപ്പോൾ ഓവറോൾ നമ്മൾ നമുക്ക് എത്ര വാട്ടർ പെർസെന്റ് ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 38% ആണ് നമുക്ക് ഓവറോൾ സിമെന്റിന് ആവശ്യമുള്ളത്. ക്ലിയർ ആണല്ലോ? 38% വാട്ടർ ആവശ്യമുണ്ട് സിമെന്റിന് ഫോർ അണ്ടർടേക്ക് ഹൈഡ്രേഷൻ. ക്ലിയർ ആണല്ലോ? അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കോഡൽ വാല്യൂ ആണ്. നമ്മൾ കോഡൽ വാല്യൂ നിങ്ങൾ കണ്ടു കാണും 0.4. ഇതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ 0.4 ആണ് എടുക്കുന്നത്. ഓക്കെ, 0.4 വാട്ടർ സിമെന്റ് റേഷ്യോ 0.4 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വാല്യൂ എടുക്കുന്നത്. അത് ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പൾ കാരണമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ആക്ച്വലി നമ്മുടെ കോഡൽ വാല്യൂ നമ്മൾ ഫോളോ ചെയ്യുന്ന 0.4 എന്ന് പറയുന്ന വാല്യൂ. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം 0.38 വരും. അതിനെ നമ്മൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 0.4 ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് നമ്മുടെ എക്സ്ട്രാ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടറിന് നമ്മൾ നോക്കിയ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടറിന് നമുക്ക് പേരും കൊടുക്കണം. എന്നാലും നമുക്ക് അതിനെ ജനറലി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈഡ്രേഷനിൽ അണ്ടർടേക്ക് ആവുന്ന വാട്ടറിനെ നമ്മൾ എന്ത് പറയും? ഇതിന് നമ്മൾ പറയുന്നതാണ് കമ്പൈൻഡ് വാട്ടർ. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്നതാണ് കമ്പൈൻഡ് വാട്ടർ. കമ്പൈൻഡ് വാട്ടർ നമ്മൾ പറയുന്നതാണ് കമ്പൈൻഡ് വാട്ടർ. കമ്പൈൻഡ് വാട്ടർ എത്ര പെർസെന്റ് ആണ് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 23%. അപ്പോൾ 23% എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രേഷൻ ടേക്ക് പാർട്ട് ചെയ്യുന്ന പെർസെന്റ് ആണ്. ഹൈഡ്രേഷൻ ആർക്കാണ് ഹൈഡ്രേഷൻ ചെയ്യുന്നത്? ബോക്സ് കമ്പൗണ്ട് ആണ് ഹൈഡ്രേഷൻ വിത്ത് വാട്ടർ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ്? 23%. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? കമ്പൈൻഡ് വാട്ടർ. ഓക്കെ, അതേപോലെ നമ്മൾ എൻട്രാപ്പ് ആകുന്ന വാട്ടർ എത്രയാണ്? 15%. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ജെൽ വാട്ടർ ആണ്. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ജെൽ വാട്ടർ. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ജെൽ വാട്ടർ. ഇത് ഹൈഡ്രേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യത്തില്ല. അതിനാണ് നമ്മൾ ജെൽ വാട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിനാണ് നമ്മൾ ജെൽ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ള എക്സ്ട്രാ വാട്ടർ, ഇനി നമ്മൾ എത്ര പെർസെന്റ് നമ്മൾ വാട്ടർ ആഡ് ചെയ്താലും അതെല്ലാം എക്സ്ട്രാ വാട്ടർ ആണ്. അതിന് നമ്മൾ എന്താണ് പറയുന്നത്? അതിന് നമ്മൾ പറയുന്നതാണ് കാപ്പിലറി വാട്ടർ. ഓക്കെ, അതിന് നമ്മൾ പറയുന്നതാണ് കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ.
അതിന് നമ്മൾ പറയുന്നതാണ് കാപ്പിലറി വാട്ടർ. ഓക്കെ, അപ്പോൾ കാപ്പിലറി വാട്ടർ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ വരുന്നത്. ഓക്കെ, കാപ്പിലറി വാട്ടർ ആണ് നമ്മുടെ സ്ട്രെങ്ത് ബേസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന വാട്ടർ എന്താണ്? ഈസിലി ഇവാപ്പറബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജെൽ വാട്ടർ ആയാലും ഹൈഡ്രേഷൻ ചെയ്യുന്ന വാട്ടർ അല്ലെങ്കിൽ കമ്പൈൻഡ് വാട്ടർ ആയാലും രണ്ടും ഇവാപ്പറേറ്റ് ആവത്തില്ല. പക്ഷെ എന്താണ്? കാപ്പിലറി വാട്ടർ ഇവാപ്പറൈസ് ആവും. ഓക്കെ, കാപ്പിലറി വാട്ടർ ഇവാപ്പറൈസ്. അപ്പോൾ നമ്മുടെ സാമ്പിളിൽ കാപ്പിലറി വാട്ടർ എക്സസിലാണെങ്കിൽ അല്ലെങ്കിൽ 0.38 നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുവാണെങ്കിൽ അതെല്ലാം കാപ്പിലറി വാട്ടറിന്റെ കാറ്റഗറിയാണ് വരുന്നത്. അത് ഈസിലി ഇവാപ്പറേറ്റ് ആയി പോകും. ഇവാപ്പറേറ്റ് ആകുമ്പോൾ എന്താണ്? നമ്മുടെ ടോട്ടൽ ഓവറോൾ സ്ട്രെങ്ത് നമ്മുടെ സിമെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ സ്ട്രെങ്ത് നമ്മൾ റെഡ്യൂസ് ആവും ഇൻ കേസ് കാപ്പിലറി വാട്ടർ നമ്മുടെ സിസ്റ്റത്തിൽ പ്രസന്റ് ആണെങ്കിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സ്ട്രാ വാട്ടർ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ അവൈലബിൾ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഹൈഡ്രേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് കൂടെ നോക്കാം. നെക്സ്റ്റ് നോട്ടായിട്ട് ഞാൻ പിന്നെ എഴുതാം. നോട്ടായിട്ട് നമ്മൾ എഴുതാം എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, സോറി, specific gravity of water. Okay, specific gravity of cement. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ്, അതിന്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. എത്രയാണ്? 3.15 ആണ്. ഓക്കെ, 3.15 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട വാല്യൂസ് ആണ്. ഓക്കെ, അതേപോലെ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് എത്രയാണ്? മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ 1.5 ആണ്. ഓക്കെ, മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ 1.5. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സോളിഡിന്റെ പോയിന്റ് ഓഫ് കൺസേൺ ആണ്. ഓക്കെ, സിമെന്റിന്റെ സോളിഡിന്റെ നമ്മുടെ വെയിറ്റ് ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ. ഓക്കെ, അതിൽ വോയിഡ്സ് അവൈലബിൾ അല്ല. അപ്പോൾ വോയിഡ്സ് അവൈലബിൾ അല്ലാതെ അല്ലെങ്കിൽ സിമെന്റിന്റെ സോയിഡ്സിന്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ്? 3.15. ഓക്കെ, അപ്പോൾ നമ്മൾ സിമെന്റ് ആസ് എ കമ്പൗണ്ട് നോക്കുവാണെങ്കിൽ അതിന്റെ നമ്മൾ വോയിഡ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നത് അതിന് നമ്മൾ പറയുന്നതാണ് എന്ത് പറയുന്നത്? അതിന് നമ്മൾ പറയുന്നതാണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? സോളിഡ്സും ഉണ്ട് പ്ലസ് വോയിഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്ന പാരാമീറ്റർ ആണ്, അതുകൊണ്ടാണ് ഇതിന്റെ വാല്യൂസ് റെഡ്യൂസ് ആവുന്നത്. ഓക്കെ, അതിന് ഡെപ്ത് ആയിട്ട് നോക്കുന്നില്ല. അതിന്റെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് റെഡ്യൂസ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിന്റെ വാല്യൂ ആണ് വരുന്നത്. ഡിനോമിനേറ്ററിൽ വോയിഡ്സ് വരുവാണെങ്കിൽ വാല്യൂ റെഡ്യൂസ് ആവും. അതുകൊണ്ടാണ് ഇവിടെ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞും അതേപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി സോളിഡ് ആയതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്കറിയാം എന്താണ്? മാസ് ഓഫ് വൺ ബാഗ്. മാസ് ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ് എത്രയാണ് നമുക്കറിയാം അല്ലേ? മാസ് ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ് എത്രയാണ്? 50 kg ആണ്. ഓക്കെ, 50 kg ആണ്. മാസ് ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 50 kg ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വോള്യൂം ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എക്സാംസിൽ ചോദിക്കുന്നതാണ്. വോള്യൂം ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ് എത്രയാണ്? വോള്യൂം ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 34.7 liters. ഓക്കെ, 34.7 liters. പിന്നെ നെക്സ്റ്റ് എന്താണ്? സൈസ് ഓഫ് സിമെന്റ് ബാഗ്. സൈസ് ഓഫ് സിമെന്റ് ബാഗ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 0.3 meter square into 0.18 meter. അപ്പം അതും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി, അതേപോലെ ഇത് നമുക്കറിയാം വോള്യൂം ഓഫ് വാട്ടർ, ഇതും എക്സാംസിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, വോള്യൂം ഓഫ് വൺ ബാഗ് ഓഫ് സിമെന്റ് എത്രയാണ്? 34. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോബ്ലംസിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 34.7. ഓക്കെ, അതേപോലെ സൈസ് ഓഫ് ദ ബാഗ് ചോദിച്ചാൽ 0.3 meter square into 0.18 meter. ഓക്കെ, 0.18 meter. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ.